സൗദി ദമാമിൽ ജോലിക്കിടെ പക്ഷാഘാതം സംഭവിച്ച് ഗുരുതരാവസ്ഥയിലായ മലയാളിയെ തുടർ ചികിത്സയ്ക്കായി നാട്ടിലേക്ക് കൊണ്ടുപോയി. കൊല്ലം കൊട്ടാരക്കര സ്വദേശി സത്യൻ ശങ്കറിനെയാണ് വെന്റിലേറ്റർ സൗകര്യത്തോടെ നാട്ടിലേക്ക് കൊണ്ടുപോയത്. സ്പോൺസറും സാമൂഹ്യ പ്രവർത്തകരും ചേർന്നാണ് യാത്രയൊരുക്കിയത്. 6 വർഷം മുമ്പ് പ്ലംബറായി സൗദിയിലെത്തിയ കൊല്ലം കൊട്ടാരക്കര സ്വദേശി സത്യൻ ശങ്കരനാണ് ഗുരുതര അവസ്ഥയിലായത്. ജോലിക്കിടെ കുഴഞ്ഞു വീണ് ശരീരം തളർന്നു കിടപ്പിലായ ഇദ്ദേഹം 2 മാസമായി ദമാം റാക്കയിലെ സ്വകാര്യ ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ കഴിഞ്ഞുവരികയായിരുന്നു. തുടർ ചികിത്സക്കായി നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പലതവണ ശ്രമിച്ചെങ്കിലും ചികിത്സാ ചിലവുകൾ സംബന്ധിച്ച് കുടുംബം ആശങ്കകൾ ഉന്നയിച്ചു. നാട്ടിലെ ഹോസ്പിറ്റലിൽ ഏതെങ്കിലും അഡ്മിറ്റ് ചെയ്യാനുള്ള ഒരു നടപടിയിലേക്ക് വന്നപ്പോൾ ഇദ്ദേഹത്തിന് ഇവിടെ സൗദി അറേബ്യയിലെ ഒരു ഇൻഷുറൻസ് നോർക്കയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻഷുറൻസോ മറ്റ് കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ നാട്ടിലും ഒരു ഇൻഷുറൻസോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് ഉള്ള ഒരു സംശയം, ഇദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്നാൽ ഇങ്ങനെ ആര് നോക്കും, ഇദ്ദേഹത്തെ ചികിത്സിക്കാനുള്ള പൈസ അവരുടെ കയ്യിലില്ല, അങ്ങനെയുള്ള ഒരു പ്രതികരണമാണ് നാട്ടിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ട്. കുടുംബത്തിന്റെ ഏക വരുമാന മാർഗമായിരുന്നു സത്യൻ. കാരണം ഇദ്ദേഹത്തോണ്ടുള്ള ഒരു വരുമാനം കൊണ്ടാണ് കുടുംബം നടന്നു പോരുന്നത് പറയുന്നു. വലിയ മക്കളാണുള്ളത്. അപ്പോൾ ആ വരുമാനം നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പോൾ വീട്ടിൽ കഴിഞ്ഞു പോകാൻ നിവൃത്തിയില്ലാത്തൊരു അവസ്ഥയാണുള്ളതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ ഇതുപോലത്തെ പ്രതികരണം നമ്മൾ മലയാളികൾ കേരളത്തിൽ നിന്ന് നമുക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. സാധാരണ ഈ വടക്കേ ഇന്ത്യയിലെ ആൾക്കാരൊക്കെയാണ് കൂടുതലും പൈസയില്ല, നോക്കാൻ ആളില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തിരസ്കരിക്കുന്നത്. കേരളത്തിൽ നിന്ന് നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംസാരം ഉണ്ടാവണം തന്നെ. യാത്രാ ചെലവുകളും സാമ്പത്തിക ബാധ്യതകളും കമ്പനി ഏറ്റെടുത്തു. അദ്ദേഹത്തിന്റെ കമ്പനി പരിപൂർണമായിട്ടുള്ള സഹകരണമുണ്ട്. ഇതുവരെയുള്ള ശമ്പളവും ബാക്കിയുള്ള കാര്യങ്ങളുമൊക്കെ നൽകാമെന്ന് കമ്പനി ഏറ്റിട്ടുണ്ട്. തുടർ ചികിത്സയ്ക്ക് നാട്ടിൽ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുകളാണ്. അതനുസരിച്ചിട്ടാണ് കുടുംബം ഒരു വല്ലാത്ത ആശങ്കയിലാണ്. ഇദ്ദേഹം നാട്ടിലെത്തിയാൽ തുടർ ചികിത്സ എങ്ങനെ കൊണ്ടുപോകും എന്നൊരു സംശയം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രധാന കാരണം പ്രവാസികളെ സംബന്ധിച്ച് നാട്ടിൽ ഇത്തരമുള്ള ഏതെങ്കിലും ഒരു ഇൻഷുറൻസിൻ്റെ ഭാഗമാകാനൊന്നും ഇതുവരെ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇതുവരെ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ഇൻഷുറൻസിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. കമ്പനിയും നല്ല സഹകരണമാണ്. ഇതുവരെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളും എംബസി വഴി നാട്ടിൽ അവർ ബാക്കിയുള്ള സാമ്പത്തിക ഇടപാടുകൾ എംബസി വഴി ചെയ്യാമെന്നും ഇതിൻ്റെ കമ്പനിയുടെ വക്താവ് അറിയിച്ചിട്ടുണ്ട്. പ്രതിസന്ധികൾക്കൊടുവിൽ സത്യനെ നാട്ടിലെത്തിച്ച് നോർക്ക ആംബുലൻസ് സഹായത്തോടെ കൊല്ലത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നൌഷാദ് ഇരിക്കൂർ, മീഡിയ 1, ദമാം.